സ്റ്റാർസ് ഓൺ എയറാണ് കേട്ടോണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി തുഷാരാണ്. നമ്മുടെ കൂടെ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ദ വൺ ആൻഡ് ഓൺലി മിഥുൻ മാനുവൽ തോമസ്. വെൽക്കം. താങ്ക് യു. ആദ്യമായിട്ടാണോ ഖത്തറിൽ വന്നിരിക്കുന്നത്? അല്ല, രണ്ടാമതാണ്. എങ്ങനെയുണ്ട് ഖത്തറിൽ വന്നിട്ട്? വീണ്ടും ഖത്തർ ഇസ് എ നൈസ് പ്ലേസ്. ഇറ്റ്സ് നൈസ് പ്ലേസ്. ഹാവ് യു ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയായിരുന്നോ? ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു? നമ്മുടെ എന്താ പറയാ, നമ്മുടെ എന്ത് വില്ലേജ് ആയിരുന്നു? നമ്മുടെ കത്താര കൾച്ചറൽ വില്ലേജ് ആണോ? ട്രഡീഷണൽ സാധനങ്ങൾ. നേരത്തെ രാജ്ബി ഷെട്ടി വന്ന സമയത്തും അത് തന്നെയാണ് പറഞ്ഞിരുന്നത്, ആ സ്ഥലത്ത് പോണം എന്നിങ്ങനെ പറയുന്നുണ്ടായി. ഓൾറൈറ്റ്. സോ ഇവിടെ വന്നതിന്റെ മേജർ റീസൺ ടർബോ ആണ്. ടർബോ എന്ന സിനിമയെ കുറിച്ച് തന്നെ സംസാരിച്ചു തുടങ്ങാം. ടർബോ ഒരു എന്റർടൈനർ ആണ്. അപ്പോൾ എല്ലാവരും മാസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. മാസ് അല്ല, ഇറ്റ്സ് ആൻ എന്റർടൈനർ. എല്ലാവർക്കും കാണാവുന്ന എന്റർടൈനർ സ്വഭാവമുള്ളൊരു സിനിമയാണ്. പിന്നെ നമ്മൾ അതിനകത്ത് നമുക്കടെ കുറേ ആക്ഷൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രെയിലർ നിങ്ങൾ കണ്ടതാണ്. പിന്നെ കുറച്ച് ഹ്യൂമർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കറന്റ് റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ സംസാരിക്കുന്നുണ്ട്. പിന്നെ കുറച്ചധികം നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഇറ്റ്സ് ടോട്ടലി ആൻ എന്റർടൈനർ. മാസ് ഫിലിം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുറേ, എനിക്ക് തോന്നുന്നു കേട്ടോ, ഞാൻ അതിനകത്ത് കുറേ നല്ല ചീസി ഡയലോഗ്സ് ഉണ്ടാവും. നമ്മുടെ മാസ് ഡയലോഗ്സ് പറയുന്ന സോക്കോൾഡ് മാസ് ഡയലോഗ്സ് പറയുന്ന ചീസി ഡയലോഗ്സ് ഉണ്ടാവും. പിന്നെ കുറേ ഒരു സ്റ്റാർ ഡ്രിവൺ സംഗതിയുണ്ട്. മാസ് നായകനെ നമ്മൾ അവതരിപ്പിക്കും വിത്ത് മാസ് ഇൻട്രോ ആൻഡ് എവറിത്തിങ്. പിന്നെ BGM ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി ഉണ്ടാവണം. പിന്നെ നമ്മൾ അതിനുവേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന കുറേ സീക്വൻസുകൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരു ബൈ ഡെഫിനിഷൻ പോകുന്ന നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളൊക്കെ, ഞാൻ കണ്ടിട്ടുള്ള മാസ് സിനിമകളൊക്കെ അങ്ങനെയാണ്. ഇതിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ ഒരു സ്വഭാവത്തിലല്ല ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതാണ് ഡിഫറൻസ്. മമ്മൂക്ക എന്ന ലെജൻഡുമായിട്ടുള്ള ഫസ്റ്റ് കൊളാബറേഷൻ, അല്ലെങ്കിൽ പോലും ഫസ്റ്റ് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള കൊളാബറേഷൻ ആണ് ടർബോ എന്ന് പറയുന്ന സിനിമ. വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ലൈക്ക്? ഞാൻ സിനിമയിലേക്ക് വന്നത് തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് കഥ പറയണമെന്നുള്ള ആഗ്രഹമായിട്ടാണ്. കണ്ടു. പിന്നീട് ഒരുപാട് കഥകളൊക്കെ ഡിസ്കസ് ചെയ്തു. കോട്ടയം കുഞ്ഞച്ചൻ ഓൾമോസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു ഘട്ടം വരെ എത്തി. പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു. ഡ്യൂ ടു സോ മെനി ടെക്നിക്കൽ റീസൺസ് അത് വേണ്ടെന്ന് വെച്ചു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ വളരെ യാദൃശികമായിട്ടാണ് വൈശാഖേട്ടന്റെ കൂടെ നമ്മൾ ടർബോന്റെ കഥ പറയാൻ വേണ്ടി പോകുന്നു. എഡിറ്റർ ഷമീർ മുഹമ്മദ് വൈശാഖേട്ടൻ എനിക്ക് പരിചയപ്പെടുത്തുന്നു. വൈശാഖേട്ടൻ ഒരു കഥയുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ കഥ പറഞ്ഞു. അങ്ങനെ വൈശാഖേട്ടൻ സ്ട്രൈറ്റ് അവേ മമ്മൂക്കയിലേക്ക് പോകുമ്പോൾ വീണ്ടും മമ്മൂക്കയും ഞാനും കൂടെ സംസാരിക്കുന്നത് കുറെ കാലങ്ങൾക്ക് ശേഷം ടർബോന്റെ കഥ പറയാൻ പോയപ്പോഴാണ്. അപ്പോഴാണ് ഒരു മുഴുനീള സിനിമ സംഭവിക്കുന്നത്. ആ യാത്രയിൽ തന്നെയാണ് ഓസ്ലറിന് പുള്ളി ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മുഴുനീള സിനിമ സംഭവിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഐ ആം സോ ഹാപ്പി. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പുതിയ ആക്ടറാണ് പുള്ളി. അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. ഏറ്റവും പുതിയ ആക്ടറാണ് പുള്ളി. എനിക്കും തോന്നുന്നത് അങ്ങനെയാണ്. അപ്പം ഇൻഡസ്ട്രിയിലെ ഏറ്റവും പുതിയ ആക്ടർ കൂടെ വർക്ക് ചെയ്യുന്നത് ഒരു വലിയ എക്സ്പീരിയൻസ് തന്നെയാണ്. കോട്ടയം കുഞ്ഞച്ചൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ടായി. എവിടെയോ കോട്ടയം കുഞ്ഞച്ചന്റെ ഒരു കണക്ഷൻ ഉണ്ടോ? ക്ലാരിഫൈ. ഒരു കണക്ഷനും ഇല്ല. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കോട്ടയം കുഞ്ഞിന് വെച്ച സ്ക്രിപ്റ്റ് ആണ്. കോട്ടയം കുഞ്ഞിന് വെച്ച സ്ക്രിപ്റ്റ് ആണെങ്കിൽ അതെടുത്തൊരിക്കലും നമുക്ക് ടർബോ ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് കോട്ടയം കുഞ്ഞച്ചൻ ഇപ്പം നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. പ്രിൻസിപ്പാൾ ഉണ്ടാവും, ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടാവും, പല പരിപാടികളുണ്ടല്ലോ. അപ്പൊ അതുമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ല. ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ കോമഡി ജോണർ, ആ ഒരു ജോണർ പെടുത്താൻ പറ്റുമോ? പറയാൻ പറ്റും. അപ്പൊ ആൻഡ് യു ആർ എ മാസ്റ്റർ ഓഫ് ആക്ഷൻ കോമഡി. താങ്കളുടെ ഓരോ സിനിമകൾ എടുത്ത് നോക്കി കഴിഞ്ഞാലും ഇറ്റ്സ് സോ ഡിഫറെന്റ്. പക്ഷേ ടർബോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ, ഈ ഒരു ആക്ഷൻ കോമഡി എടുക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ചാലഞ്ചുകൾ എന്തൊക്കെയാണ്? ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം നമ്മളിപ്പോൾ ഹ്യൂമർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഒരു സ്ലാപ്സ്റ്റിക് കോമഡി. പക്ഷെ അതിൽ സംവെയർ ആക്ഷൻ ഉണ്ട്. പക്ഷെ അതിന്റെ ജോണർ മൊത്തം ഒരു സംഘം മണ്ടന്മാർ നടക്കുന്ന ആളെങ്ങനെയാണല്ലോ. അപ്പോൾ ഒരു മുഴുനീള ആക്ഷന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഹ്യൂമർ ഉള്ള ഒരു സിനിമ ആദ്യമായിട്ടാണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുൻപ് എഴുതിയ സിനിമകൾ തിരക്കഥ മാത്രം എഴുതിയത് ഗരുഡൻ എഴുതി, ഫീനിക്സ് എഴുതി, വംശാന്തി വശാൻ എഴുതി, തിരക്കഥ മാത്രമായിട്ട്. ആ 3 സിനിമയുമല്ല ടർബോ. മൊത്തത്തിൽ വേറൊരു അറ്റംപ്റ്റ് ആണ്. അല്ല, സ്വഭാവം കൊണ്ട് വേറൊരു അറ്റംപ്റ്റാണ്. ഓഫ് കോഴ്സ് പടത്തിന്റെ സ്കെയിൽ വെച്ചിട്ട് അതൊക്കെ മേലെയാണ്. ഇനി ബോക്സ് ഓഫീസിൽ എന്താകും എന്നുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. ക്യാരക്ടർ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു റൈറ്ററിന്റെ ഒരു ബിഗ് കഴിവ് തന്നെയാണ്. ആൻഡ് ആ ക്യാരക്ടർ പ്രേക്ഷകരുടെ മനസ്സിൽ തട്ടിത്തടഞ്ഞ് കുറെ കാലം നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് വൈ യു വിൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. തട്ടിത്തടഞ്ഞ് നിൽക്കണം അല്ലേ? ഇപ്പം നോട്ട് ദ പ്രോട്ടഗനിസ്റ്റ് ഒബ്വിയസ്ലി നിൽക്കും. പക്ഷെ അതല്ലാണ്ട് ആ സിനിമയിൽ വരുന്ന ബാക്കി ക്യാരക്ടേഴ്സ്, ഇപ്പം പെട്ടെന്ന് എനിക്ക് എടുത്ത് പറയാം, സർബത്ത് സമീർ എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിലും, ഡോക്ടർ വർക്കി പ്രസാദ്, അതുപോലെ ഡേവിഡ് കാഞ്ഞാണി, വിനായകൻ ഡൂഡ്, ആ ഡയലോഗൊക്കെ നമ്മൾ ഡെയിലി പറയുന്നതാണ്. ചുമ്മാ പാത്രത്തെ വെക്കിട്ടത് അതൊക്കെ ലൈക്ക് ബിക്കോസ് ദാറ്റ്സ് ഹൗ മച്ച് ദാറ്റ് ക്യാരക്ടർ ഹാസ് സ്റ്റേഡ് വിത്ത് യു എന്നുള്ളതാണ്. അത് ഡെലിബറേറ്റ്ലി കൊണ്ടുവരുന്ന ഒരു എഫേർട്ടാണ് ആ ക്യാരക്ടർ ബിൽഡിംഗ് പ്രോസസ്സിൽ. ഓർ how is that process actually? ശരിക്കും തിരക്കഥയുടെ ഒരു നിയമപ്രകാരം ലൂസായിട്ട് ഒരു ക്യാരക്ടറിനെ എഴുതരുതെന്നാണ്. അപ്പോൾ നമ്മൾ എഴുതി പല കഥാപാത്രങ്ങളും ആൾക്കാരുടെ മനസ്സിലേക്ക് എത്താത്തതിന്റെ കാരണം, എൻ്റെ സിനിമയിൽ തന്നെ എത്താത്ത കഥാപാത്രങ്ങളുണ്ട്. എത്താത്തതിന്റെ കാരണം എന്താണ്? അതിന്റെ എഴുത്ത് മോശമായിരുന്നു. അപ്പം നന്നായി എഴുതി വെച്ചിരിക്കുന്ന ഒരു വെൽ റിട്ടൺ ക്യാരക്ടർ, ഒരു നല്ല ആർട്ടിസ്റ്റ് വന്ന് അതിന് സോൾ കൊടുക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് മെമ്മറബിൾ. ഇപ്പം 5-ാം പാതിരയിലെ റിപ്പർ രവി എന്ന് പറയുന്ന ഇന്ദ്രൻസേട്ടൻ്റെ ക്യാരക്ടർ 1-2 സീനേ ഉള്ളൂ. അപ്പം നമ്മുടെ എഴുത്തിലും അതിനൊരു ഭംഗി ഉണ്ടായിരുന്നു. ഇന്ദ്രൻസേട്ടൻ വന്നിട്ട് അസാധ്യമായിട്ട് അഭിനയിക്കുകയും കൂടെ ചെയ്തു. അപ്പം അങ്ങനെയാണ് ആ ക്യാരക്ടേഴ്സ് ആളുകളുടെ മനസ്സിലേക്ക് കയറുന്നത്. അപ്പം ഒരു തിരക്കഥയിൽ വരുന്ന ചെറുതും വലുതും
എഴുതുമായ എല്ലാ ക്യാരക്ടേഴ്സും വെൽ റിട്ടൺ ആയിരിക്കണം എന്നാണ് നിയമം. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വെൽ റിട്ടൺ ആൻഡ് വെൽ എന്താ പറയുക പെർഫോംഡ് ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ട്, അതുകൊണ്ട് ആ തിരക്കഥ വിജയിച്ചു, സിനിമ വിജയിച്ചു. അഞ്ചാം പാതിര എന്ന സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഐ ഹാവ് ടു ടെൽ യു ഇറ്റ്സ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഫിലിം ഓഫ് യോഴ്സ്. സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഐ റിമെമ്പർ മെസ്സേജിങ് യു ഓൺ ഇൻസ്റ്റാഗ്രാം ബിക്കോസ് ഐ വാസ് സോ മൈൻഡ് ബ്ലോൺ. ലൈക്ക് ലിറ്ററലി സീറ്റിന്റെ എഡ്ജിൽ ഇരുത്തിയ ഒരു സിനിമ തന്നെയാണ് എല്ലാ സീനിലും. ആൻഡ് ഫോർ എ സൈക്കോളജിക്കൽ ത്രില്ലർ ടു ഡു ദാറ്റ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. എല്ലാ സൈക്കോളജിക്കൽ ത്രില്ലേഴ്സും അങ്ങനെ ചെയ്യാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് കുറച്ച് പ്രഡിക്റ്റബിൾ ആണ്. പക്ഷേ ഇത് യാതൊരു കാരണവശാലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിനിമ തന്നെയായിരുന്നു. അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു, ആ സിനിമ എടുക്കുന്നതിന്റെ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു, ആൻഡ് വാട്ട് ഇൻസ്പയർഡ് യു? ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ത്രില്ലർ സിനിമകളും വായിച്ചിട്ടുള്ള ഒരുപാട് ത്രില്ലർ പുസ്തകങ്ങളുമാണ്, എസ്പെഷ്യലി ഡേവിഡ് ഫിഞ്ചർ. അപ്പോൾ പിന്നെ ഒരു എൻ്റെ ഏറ്റവും എല്ലാ ജോണർ സിനിമകളും ഇഷ്ടമാണെങ്കിലും ഒരു പൊടി ഇഷ്ടം കൂടുതൽ ത്രില്ലേഴ്സിനുണ്ട്. എൻ്റെ ഫേവറേറ്റ് ജോണറും വായിക്കുന്നതും കാണുന്നതൊക്കെ എനിക്ക് ത്രില്ലേഴ്സിനോടാണ് കുറച്ചും കൂടെ ഇഷ്ടം. അപ്പോൾ ഒരു ത്രില്ലർ ചെയ്യാൻ ആഗ്രഹിച്ചാണ് ഞാൻ സിനിമയിലേക്ക് വന്നത് പോലും. പക്ഷേ അത് നടന്നത് ഓം ശാന്തി ഓശാനയാണ്. അപ്പം നമ്മൾ എഴുതിയ ഹ്യൂമർ അതെ, എൻ്റെ റോം കോമിലാണ് ത്രില്ലർ എഴുതാൻ വന്ന ഞാൻ റോം കോമിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പെപ്പി സിനിമ ചെയ്തപ്പോൾ നമ്മുടെ ഹ്യൂമർ നമ്പറുകൾക്ക് ആൾക്കാർ ചിരിച്ചപ്പോൾ നമ്മൾ എന്നാൽ പിന്നെ അടുത്ത ടൈപ്പ് ഹ്യൂമർ പിടിക്കാന്ന് വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഹ്യൂമറിലും ഫീൽ ഗുഡ് പടങ്ങളിലും കിടന്ന് അൻമരി ചെയ്തു. കുറച്ച് കാലം നമ്മൾ അങ്ങനെ നിന്നു. ഫൈനലി അർജന്റീന ഫാൻസ് കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചത്, പരാജയപ്പെട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഒരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ത്രില്ലറായിരിക്കും. സോ അങ്ങനെ എഴുതുന്നതാണ് അഞ്ചാം പാതിര. എനിക്ക് ഹ്യൂമറിലേക്ക് ഇല്ല എന്ന് വിചാരിച്ച് തന്നെ എഴുതുന്നതാണ് അഞ്ചാം പാതിര. മാരക റെസ്പോൺസ് ആയിരുന്നു ഒരു സിനിമയ്ക്ക് അല്ലേ? വാട്ട് ഓൾ ലൈക്ക് എന്തൊക്കെ മെസ്സേജുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്? ഒരുപാട് പേര് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത അതിന് അതും ഒരു ത്രില്ലർ അങ്ങനെ വിജയിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചതിൻ്റെ ഒരുപാട് മേലേക്ക് അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ പോയി. അന്ന് എനിക്ക് ഒന്ന് 10-65 കോടി രൂപയൊക്കെ ഗ്ലോബലി കളക്ട് ചെയ്ത അതൊരു ത്രില്ലറാണെന്ന് ആലോചിക്കണം. കളക്ട് ചെയ്തൊരു സിനിമയാണ് കുട്ടിമാമ. ഞാൻ ഞെട്ടിയോ? ഉറപ്പായിട്ടും ഞെട്ടിമാമ. മിഥുൻ മാനുവൽ തോമസ് എന്ന ഡയറക്ടർ വേഴ്സസ് മിഥുൻ മാനുവൽ തോമസ് എന്ന സ്ക്രിപ്റ്റ് റൈറ്റർ, ബോത്ത് പ്രോസസ് എൻജോയ് ചെയ്യുന്നതാണ്. പക്ഷേ കുറച്ചുകൂടെ പൊട്ടിക്ക് കൂടുതൽ എൻജോയ് ചെയ്യുന്നതിൽ സ്ക്രിപ്റ്റിംഗ്. ഉറപ്പായിട്ടും ഞാൻ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് തന്നെ എഴുത്തുകാരനാവാൻ വേണ്ടിയിട്ടാണ്. ഐ എം ആക്സിഡന്റൽ ഡയറക്ടർ. അപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യണം, വെറുതെ ഒരു തമാശയ്ക്ക് ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് തീരുമാനിച്ച ഞാൻ പിന്നീട് ആടെന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനായിട്ടാണ് പുറത്തു വരുന്നത്. അവിടെ നിന്ന് പിന്നെ സിനിമകൾ നിരന്തരം സംവിധാനം ചെയ്തുകൊണ്ടിരുന്നു. ബട്ട് ഐ സ്റ്റിൽ ലവ് റൈറ്റിംഗ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ആരെങ്കിലുമൊക്കെ സ്ക്രിപ്റ്റ് ചോദിക്കുമ്പോൾ എൻ്റെ സമയം പോലെ ഞാൻ എഴുതാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നീട് ഫീനിക്സും ഗരുഡനും ഇപ്പോൾ ടർബോയും ഒക്കെ സംഭവിക്കുന്നത്. എനിക്ക് എഴുത്താണ് ഇഷ്ടം. സിനിമയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ലേമന് വേണ്ടിയിട്ട് അണ്ടർസ്റ്റാൻഡ്, എന്നെ പോലത്തെ ലേമന് വേണ്ടിയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. പൊതുവേ നമ്മൾ എഴുത്തുകാരെന്ന് പറയുമ്പോൾ ഇപ്പോൾ സിനിമയിൽ തന്നെ കാണിക്കുന്ന ഒരു ഇതുണ്ട്, ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ പോയിരുന്ന് ശാന്തമായ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് എഴുതുന്നത്. വാട്ട് ഈസ് യുവർ റൈറ്റിംഗ് സ്പേസ്? അങ്ങനെ ഒരു ഇന്ന സ്പേസ് വേണം നിർബന്ധം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഹോട്ടൽ റൂമിലിരുന്ന് എഴുതും, വീട്ടിലിരുന്ന് എഴുതാം. ഇപ്പൊ ടൈപ്പിംഗ് ആണല്ലോ, വീട്ടിലിരുന്ന് എഴുതാം, ലോഡ്ജ് മുറികളിലിരുന്ന് എഴുതിയിട്ടുണ്ട്, ഒഴിഞ്ഞ സ്ഥലങ്ങളിലിരുന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു കഥ ഫുൾ സെറ്റായി കഴിഞ്ഞാൽ എനിക്ക് എവിടെ ഇരുന്ന് എഴുതാം. അങ്ങനെ ഒരു ഭയങ്കര എന്താ പറയാ ഒരു സെറീൻ എന്താ പറയാ അലൂഫ് എൻവയോൺമെന്റ് വേണം നിർബന്ധമുള്ള ആളൊന്നുമല്ല. പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സുകളാണ്. ചിലർക്ക് ഒരു ചെറിയ ഡിസ്റ്റർബൻസ് പോലും പ്രശ്നമാകും. അതൊരു ക്രിയേറ്റീവ് പ്രോസസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഡിസ്റ്റർബൻസുകൾ പ്രശ്നമാകുന്നവരുണ്ടാവുമായിരിക്കാം. അപ്പോൾ നമുക്കത് വെച്ച് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓരോ സ്ട്രിക്ട്ലി പേഴ്സണൽ ചോയ്സ് ആണ്. എഴുതിയതിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് എഴുതിയൊരു സ്ക്രിപ്റ്റ് ഏതായിരുന്നു? എഴുതിയതിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത സ്ക്രിപ്റ്റ് ആക്ച്വലി എൻ്റെ സ്ക്രിപ്റ്റിങ്ങുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എനിക്ക് എഴുതാൻ വളരെ കുറച്ച് സമയം മതി. എനിക്ക് ആ കഥ എ മുതൽ സി വരെ ഒന്ന് മനസ്സിൽ ഡെവലപ്പായി വരാനാണ് സമയമെടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അഞ്ചാം പാതിരയുടെ എനിക്ക് ആ മേജർ ഇഷ്യൂ ആയിരുന്നു എനിക്ക് കിട്ടാത്തത്. വൈ ഈസ് ദിസ് വില്ലൻ ലൈക്ക് ദിസ്? അപ്പോൾ അയാൾക്കൊരു കഥ ഉണ്ടാവണമല്ലോ. ആ കഥ ഡെവലപ്പ് ചെയ്യാനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സമയമെടുത്തത്. ബാക്കി സീക്വൻസസ് ഒക്കെ വളരെ പെട്ടെന്ന് വന്നു. പിന്നെ അങ്ങനെ പല കഥകളും ആലോചിച്ചാണ് ബേസ്ഡ് ഓൺ എ റിയൽ ഇൻസിഡന്റ് നമ്മൾ ആ വില്ലന്റെ ബാക്ക് സ്റ്റോറി ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ സമയം എടുത്തു. പിന്നെ ആഡിറ്റും ഒക്കെ പെട്ടെന്നുണ്ടായതാണ് ഓം ശാന്തി ഓശാൻ. കഥ ഈ പറഞ്ഞ പോലെ കഥകൾ ആദ്യമേ ഉണ്ടായിരുന്നു. എഴുതാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പക്ഷേ സമയം എടുക്കാൻ പോകുന്നത് ആട് 3 ആയിരിക്കും. കാരണം ബേസ്ഡ് ഓൺ ദ പെക്യൂലിയാരിറ്റീസ്. അതാണ് എല്ലാവരുടെയും മേജർ ചോദ്യം. അടുത്ത ഞാൻ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ എന്തായാലും ആട് 3 ആണ്. It's been 10 years since your first movie. 2014 ഓം ശാന്തി ഓശാൻ ഇറങ്ങുന്നത്. How much have you grown as a filmmaker? ഒരുപാട്. പിന്നെ നരയൊക്കെ വന്നു. അതിന്റെ ഒരു മെച്യൂരിറ്റി എന്തായാലും ഉണ്ടാവുമല്ലോ. നന്നായി വളർന്നിട്ടുണ്ട് കുട്ടി, നന്നായി വളർന്നു. ഓക്കെ. ആൻഡ് എനിക്ക് തോന്നുന്നു വേറൊരു ഇന്റർവ്യൂവിൽ ഞാൻ ഇതുപോലെ കണ്ടതാണ്, ജയറാം സാർ നോ പറഞ്ഞിരുന്നെങ്കിൽ ഓസ്ലർ ഷെൽഫ് ചെയ്യുമായിരുന്നു. ആണോ? ഉറപ്പായിരുന്നു. ഒരു സിനിമ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സിനിമ എഴുതുന്ന സമയത്ത് ഡു യു ഓൾവേസ് ഹാവ് ആക്ടേഴ്സ്? ആരെ മനസ്സിൽ കാണുന്നത്? ഇത് ഓസ്ലറിന്റെ സ്ക്രിപ്റ്റ് എന്നോട് വന്ന് പറഞ്ഞപ്പം ചെയ്തിട്ടില്ലാത്ത ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഓസ്ലറിൽ ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കൗതുകം മമ്മൂക്കുണ്ടെന്ന് അറിയുന്നത് വരെ ജയറാമേട്ടൻ എന്ന് പറയുന്ന ഒരാൾ എന്ത് കാണിക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ കൗതുകം എനിക്ക് വേണമായിരുന്നു. അത് അഞ്ചാം പാതിരയിൽ ആ ഫ്രഷ്നസ് കിട്ടിയത് കുഞ്ചാക്കോ എന്നത് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ചില സിനിമകൾക്ക് നമ്മൾ അങ്ങനെ മനസ്സിൽ ഓരോരുത്തരെ കാണും. അത് വന്നാൽ
അല്ലെങ്കിൽ നമുക്ക് പിന്നെയും പടങ്ങൾ വേറെയും ചെയ്യാമല്ലോ. അതെ. മിഥുൻ മാനുവൽ തോമസ്, താങ്ക് യു സോ മച്ച് നമ്മുടെ കൂടെ ഇത്ര നേരം ജോയിൻ ചെയ്തതിന്. ഇറ്റ് വാസ് സച്ച് എ പ്ലഷർ ഹാവിങ് യു. താങ്ക് യു. താങ്ക് യു.